ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഒറിയോ ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ് ആണ്. എൻ്റെ ചെറിയ പാക്കറ്റാണ്. വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാകും. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. തണുത്ത പാലാവുമ്പോൾ ഇത് കറക്റ്റായിട്ട് മിക്സായി കിട്ടൂല. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇനി നമുക്കൊരു പാൻ വെച്ച് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരൽപ്പം നെയ്യ് തടവി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്ക്വയറോ കത്തിയോ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കായോ നോക്കാം. ഇതിവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിനു വേണ്ട ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. 4 ബാർ ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഒരല്പം ബിസ്ക്കറ്റ് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്